ഭാര്യ എന്ന് പറയുന്നത് ആ പാർട്ട്ണറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ആഗ്രഹങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറുന്ന ആളാണ്. ഇനി ഭാര്യ എന്നല്ല, നമ്മളെ സുഹൃത്താണെങ്കിലും പാർട്ട്ണറാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അല്ലേ, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യും നമ്മൾ സ്നേഹിക്കുന്നവർ. അപ്പൊ അങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യക്കരം. എന്തുകൊണ്ടും ഞാനിപ്പോൾ ഈ ഒരു ഡെലിവറിക്ക് വണ്ടി നിർത്തിയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കഥകളൊക്കെ പറയുന്നതെന്ന് കരുതല്ലേ. അപ്പൊ അതിനൊരു കാരണമുണ്ട്. ഈ ഒരു വാഹനം എടുത്തിട്ടുള്ള വ്യക്തിക്ക് അറിയില്ല ഈ വാഹനം അദ്ദേഹത്തിനുള്ളതാണെന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യ അവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അപ്പൊ അവർ വരാനായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ. അപ്പൊ ഈ സർപ്രൈസ് കൊടുക്കാൻ വെച്ച ആളോട് പറഞ്ഞിരിക്കണം എന്താണെന്നറിയോ, കൂടുള്ള ആൾക്ക് ഗീവ് അവേയിൽ ഒരു വണ്ടി കിട്ടിയിരിക്കുന്നു, അത് ഡെലിവറി എടുക്കാൻ പോവാന്നാ പറഞ്ഞേക്കണം. ഓല് വരുന്നുണ്ട്. ഇടലും വീഡിയോ ഒക്കെ അത് മിസ് ചെയ്യണ്ട. എന്തെങ്കിലും പങ്കെടുത്തിരുന്നോ? വണ്ടി ഡെലിവറി കൊടുക്കാം, നോമ്പുറക്കാൻ പോവല്ലാണ്. അനക്ക് വേഗം വണ്ടി ഡെലിവറി വന്ന് കാണ്ടേ. ഇൻസ്റ്റാഗ്രാമിന്റെ എനിക്ക് ഇൻസ്റ്റാഗ്രാമുണ്ട്, പെണ്ണുങ്ങളെ അക്കൗണ്ട് ഉണ്ട്. ചെങ്ങായി കുട്ടിയുണ്ടോ? കുട്ടീനല്ലോ. എന്നാ നമുക്ക് എന്ത് ചെയ്യാറിയോ, ഇതില് ചാവി തരാന് എല്ലാ സമയവും ഞാനാണ് ചാവി കൊടുക്കല്. ഇത് ചാവി തരാന് ഒരു സർപ്രൈസ് ഒരാളെ ഞാൻ എന്ത് ചെയ്യാണ് ഇങ്ങോട്ട് വിളിക്കാണ്. വീട്ടിലും ഒരു എന്താ വലിയൊരു സെലിബ്രിറ്റി തന്നെയാണ്. ഇമ്മാനൊന്നും വിളിച്ചിട്ടില്ല, ഒരു സെലിബ്രിറ്റിനെ വിളിക്കുന്നത്. ചിലപ്പോ നിങ്ങൾ രണ്ടാളും ജീവിതത്തിൽ ആരെങ്കിലും ഒരാളെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാക്കാൻ. ഓക്കെ, വിളിച്ചു നോക്കിയാലേ നമുക്ക്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗീവയാണ്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഗീവ വരാൻ വേറെ ആരും ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, എന്റെ പെണ്ണുങ്ങളെ വിളിച്ച് തൊയ്രം തന്നിട്ടില്ല. എനിക്ക് ഈ വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട്, എനിക്കൊരു ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ കാലത്ത് ആഗ്രഹമാണെന്ന് പറഞ്ഞിട്ട് അന്നങ്ങോട്ട് എത്തിച്ചാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു ഇജിപ്പോ കുറെ മരുന്നുകൾക്കോടും കുറെ ഇങ്ങോട്ടോടും അന്നങ്ങോട്ടൊന്ന് എത്തിച്ചാൻ പറ്റ പാട്. നമ്മളെ ജീവിതത്തിലുണ്ടല്ലോ, നമ്മളെ മനസ്സിലാക്കണേ, നമ്മളെ സ്നേഹിക്കണേ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. അപ്പേ എൻ്റെ പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന റിവ്യൂ കാര്യങ്ങളൊന്നും ഇതിലില്ല. നമ്മളെ റിവ്യൂ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കണില്ല. ഇനി അറിയണേണ്, ഞാൻ നിങ്ങളെ അറിയണേണ്. അപ്പോൾ പെണ്ണുങ്ങളെ കുറിച്ച് നിങ്ങൾ എടുത്തു കയറി പെണ്ണുങ്ങളെ കുറിച്ചില്ല 2 വാക്കുകൾ പറഞ്ഞാണ്. ഞങ്ങൾ ഒറ്റയ്ക്ക് പറയുന്ന സംഭവമാണ്. ഏത്? ആ, ഇതാണ് എനിക്ക് എന്താ പറയണ്ടെന്ന് വരുന്നില്ല. തൊയ്രം തന്നിട്ടില്ല. ഒരാഴ്ച ആയിട്ടേ ഇതിന്റെ പിന്നാലെ ഉള്ളു. ഞാൻ ആരെ വിളിച്ചു കുറെ കോൾ വരുമ്പോ അറിയില്ലല്ലോ താരൊക്കെയാണെന്ന് വിളിച്ചതിന്. ഒരാഴ്ച ആയിട്ട് എനിക്ക് ഈ വണ്ടി തരണം എന്നുള്ള രീതിയിൽ അതിന്റെ പിന്നാലെ തന്നെയാണ്. നമ്മളെന്താ അറിയോ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആക്കാരം ചിലപ്പോ ഇതുവരെ കിട്ടിയാല് അതിലും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയോ? ഇതാണ്. എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ ചേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനൊന്നും? അങ്ങനൊന്നും പറയാനില്ല. സർപ്രൈസ് കൊടുക്കണം തോന്നി, ആഗ്രഹമായിരുന്നു ബുള്ളറ്റ് എടുക്കണം. ബുള്ളറ്റ് എടുക്കുക എന്നുള്ളത് ആഗ്രഹം സാധിച്ചില്ലേ? എല്ലാ ആഗ്രഹങ്ങളും വേറെ ഇതാണ്. അന്നൊക്കെ എന്താ പറഞ്ഞെന്നറിയോ, പെണ്ണുങ്ങൾ അക്കൗണ്ടുകളും ചെറുത്, പെണ്ണുങ്ങൾ അക്കൗണ്ട് എടുക്കാനായിക്കൂല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ വളരെ സന്തോഷമായിട്ടുള്ളൊരു നല്ലൊരു നിമിഷത്തിലാണ്. അപ്പൊ കൂട്ടുകാരും വീട്ടുകാരും വൈഫും മക്കളും എല്ലാവരും ഉണ്ട്. ഓനാണെന്നുണ്ടെങ്കിൽ ആകെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഡെലിവറിയിലേക്ക് പോവാം, ചാവി കൊടുക്കാം.